കത്തോലിക്ക കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ നടക്കുന്ന അവകാശ സംരക്ഷണ യാത്രയ്ക്ക് ഇടുക്കി രൂപതയിലെ വിവിധ കേന്ദ്രങ്ങളിൽ സ്വീകരണം നൽകി. ചേലച്ചുവട്, മുരിക്കാശ്ശേരി, തങ്കമണി തുടങ്ങിയ കേന്ദ്രങ്ങളിലാണ് സ്വീകരണം നൽകിയത്. രൂപതയിലെ ആദ്യ സ്വീകരണ കേന്ദ്രമായ ചേലച്ചുവട് നടന്ന ഉദ്ഘാടന സമ്മേളനം ഇടുക്കി രൂപത വികാരി ജനറൽ മോൺസിഞ്ഞോർ ജോസ് കരിവേലിക്കൽ നിർവഹിച്ചു. നീതി ഔദാര്യമല്ല അവകാശമാണ് എന്ന മുദ്രാവാക്യം ഉയർത്തി കത്തോലിക്ക കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ കാസർഗോഡ് നിന്നും ആരംഭിച്ച അവകാശ സംരക്ഷണ യാത്രയ്ക്കാണ് ഇടുക്കി രൂപതയുടെ വിവിധ കേന്ദ്രങ്ങളിൽ സ്വീകരണം നൽകിയത്. മതേതരത്വ ഭരണഘടന സംരക്ഷിക്കുക, JB കോശി കമ്മീഷൻ റിപ്പോർട്ട് നടപ്പാക്കുക, വന്യമൃഗ ആക്രമണം തടയുക തുടങ്ങിയ വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് ജാഥ സംഘടിപ്പിച്ചത്. ഒക്ടോബർ 13 കാസർഗോഡ് നിന്നും ആരംഭിച്ച അവകാശ സംരക്ഷണ യാത്രയാണ് ഇടുക്കി രൂപതയിൽ എത്തിയത്. ആദ്യ സ്വീകരണ കേന്ദ്രമായ ചേലച്ചുവട്ടിൽ നടന്ന സ്വീകരണ യോഗം വികാരി ജനറൽ മോൺസിഞ്ഞോർ ജോസ് കരിവേലിക്കൽ ഉദ്ഘാടനം ചെയ്തു. ആരെയും ചെറുതാക്കാൻ ശ്രമിക്കാറില്ല, ആരെയും ഓടിക്കാൻ ശ്രമിക്കാറില്ല. സഭയുടെ ഭാരതത്തിലെ അല്ലെങ്കിൽ കേരളത്തിലെ ഏത് പ്രവർത്തന രീതി നോക്കിയാലും സഭാംഗങ്ങൾക്ക് വേണ്ടി മാത്രമല്ല എന്ന് വ്യക്തമാണ്. സമൂഹത്തിന് വേണ്ടി പ്രവർത്തിക്കുന്ന, നേതൃത്വം കൊടുക്കുന്ന സഭയാണ് നമ്മുടേത്. പ്രത്യേകിച്ച് ഹൈറേഞ്ചിലെ ജനങ്ങള് വളരെ ആത്മാർത്ഥമായി പറയും, ഈ പ്രദേശം ജാതി മത ഭേദമന്യേ പറയും, ഈ പ്രദേശം ഇന്ന് വളർന്നിട്ടുണ്ടെന്ന് വരികിൽ ഇവിടുത്തെ ജനങ്ങള് വിദ്യാസമ്പന്നരായിട്ടുണ്ടെങ്കിൽ, ഇവിടെ നിന്ന് അനേകർ വിദേശത്ത് പോയി ജോലി നേടിയിട്ടുണ്ടെങ്കിൽ ഇതൊക്കെ സഭ സ്ഥാപിച്ച, മറ്റു സമുദായങ്ങളൊപ്പം തന്നെ സ്ഥാപിച്ച വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലൂടെയാണ്, ഈ പ്രദേശത്ത് നിർമ്മിച്ച റോഡുകളിലൂടെയാണ്. യോഗത്തിൽ കത്തോലിക്ക കോൺഗ്രസ് രൂപത പ്രസിഡന്റ് ജോർജ് കോയിക്കൻ അധ്യക്ഷനായിരുന്നു. ഗ്ലോബൽ ഡയറക്ടർ ഫാദർ ഫിലിപ്പ് കാവിയിൽ, കത്തീഡ്രൽ വികാരി ഫാദർ ടോമി ലുക്ക് ആനിക്കുഴിക്കാട്ടിൽ, ഡോക്ടർ ജോസുകുട്ടി ഒഴികയിൽ, ജനറൽ സെക്രട്ടറി സിജോ ഇലന്തൂർ, ട്രീസ ലിസ് സെബാസ്റ്റ്യൻ, ചുരുളി ഫൊറോന ചർച്ച് വികാരി ജോസ് മാറാട്ടിൽ, സാന്റോ തളിപ്പറമ്പൻ എന്നിവർ സംസാരിച്ചു. ജാഥ ക്യാപ്റ്റൻ പ്രൊഫസർ രാജീവ് കൊച്ചുപറമ്പിൽ സ്വീകരണത്തിന് നന്ദി രേഖപ്പെടുത്തി. നിരവധി ആൾക്കാരാണ് പരിപാടികളിൽ പങ്കെടുത്തത്. ബിജു വൈശൻ പറമ്പിൽ, ഇടുക്കി വിഷൻ ന്യൂസ്, ഇടുക്കി.